ഹലോ ഗൈസ്, എല്ലാവർക്കും ചിപ്പി ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉമ്മൽഷാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ് റിയാദിൽ. അപ്പം നമ്മൾ ഈദൽ അദയുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്നൊന്നായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഓരോരോ പ്ലേസ് കണ്ടു പോകാം. റിയാദിന്റെ ഡെസേർട്ടിന്റെ സെന്ററിൽ ഇതുപോലെ ഒരു നാച്ചുറൽ ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അങ്ങോട്ട് കയറി പോകുന്നത് ഇതേപോലെ ഒരു ഡെസേർട്ടിന്റെ ഉള്ളിൽ കൂടെയാണ്. ഇങ്ങനെ കുറേ സമയം നമ്മൾ ട്രാവൽ ചെയ്തതിന് ശേഷം മാത്രം ഏറ്റവും സെന്ററിൽ നമ്മൾ ആടുജീവിതത്തിലൊക്കെ കാണത്തില്ലേ, അവരിങ്ങനെ ഓടി വന്നിട്ട് ഒരു ലേക്കിനകത്തുനിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയൊക്കെ ഒരു ഫീലാണ്. ഈ മരുഭൂമിയുടെ നടുക്ക് ഇതുപോലെ ഒരു ലേക്കും ഇതുപോലെ കുറച്ച് പച്ചപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ഇതുപോലെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് കുറേ ചെടികളുടെയും പുല്ലുകളുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെന്ന് സെന്ററിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു ചെറിയ ലേക്കാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി സെഡാനാണെങ്കിൽ ചിലപ്പോൾ ആ മണ്ണിൽ കയറി വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുള്ള വണ്ടികൾ കാണും. കുറച്ചും കൂടി ഒരു SUV മോഡലൊക്കെ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ കുറേ ചവിട്ടി വിട്ടാണ് എടുത്തത്. അത്ര ഒരു പ്രഷർ കൊടുക്കാതെ കയറി വരാൻ പറ്റും. ഡെസേർട്ട് ഡ്രൈവിന് പറ്റിയ വണ്ടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോകുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ഒരു കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അത്ര ഒരു കുലുക്കവും ചാട്ടവും ഒന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ മണ്ണിൽ പൊതഞ്ഞു പോകുമോ എന്നുള്ളൊരു ടെൻഷനും വേണ്ട. ഈദല്ലാതെ വെക്കേഷൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. ലൂഹേനേക്കാളും വലിപ്പമില്ല. പക്ഷെ ആ വെള്ളം ഒഴുകി വരുന്ന ഒരു സ്പോട്ട് എനിക്ക് അതാണ് തോന്നുന്നത്. അപ്പുറത്തേക്ക് എങ്ങനെയാ പോകാൻ അറിയില്ല. അത് ആ സൈഡ് പോയി. അടിപൊളി അടിപൊളി സ്ഥലമല്ലേ, നാട്ടിലെ പോലെ ഇരിക്കുന്നു. നമുക്ക് ഇവിടെ ഒരു കെട്ടിടമുണ്ടേ, അതൊന്ന് സെറ്റ് അവിടെ കയറി നോക്കാം. ഇതോലെ അവിടെ കൊണ്ട് സൂം ചെയ്ത് കാണിക്കാം. ഇതോ അവിടെ ബിൽഡിംഗ് പോലെ ഉണ്ട്, നോക്കാം. ഇവിടെ ആരോ നേരത്തെ വന്ന് ചൂണ്ടയിട്ട ഒരു സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട്. കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട്. കുറച്ച് നമുക്കിതെല്ലാം അങ്ങോട്ടൊന്ന് നടന്നു നോക്കാവേ. ഒരു വ്യൂ നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം. അല്ല അവിടെ വരെ എന്താ, അവിടെ വല്ല സംഭവം ഉണ്ടോന്ന് അറിയാലോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ വെള്ളത്തിൽ കയറി ഇറങ്ങാനോ അല്ലെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് കളിക്കാനോ ഉള്ള പരിപാടിക്കൊന്നും നിൽക്കരുത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ദൂരെ നിന്ന് കല്ല് പറക്കിറിയുക, കണ്ട് ആസ്വദിക്കുക, അതിന് മാത്രമേ ചെയ്യാവുള്ളൂ. നല്ലൊരു അത്യാവശ്യം ഫോട്ടോ സ്പോട്ടാണ്. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കാതെ കുടുംബത്തോടു കൂടി കുറച്ച് സമയം ഇരിക്കാനും ഓപ്പൺ ആയിട്ട് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ളൊരു ഫ്രീ സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. എനിവേ ഡെസേർട്ടിന്റെ നടുക്ക് ഇങ്ങനൊരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാട്ടോ വിശ്വസിക്കാൻ. അലൻ്റെ ഏട്ടൻ ദോ ഇല്ല ഭാഗത്ത് നിപ്പുണ്ട്. ഇതിലെ കൂടി ഒരു ചെറിയ എൻട്രൻസ് കൂടെ പുള്ളി ഇറങ്ങിയതാ. പോയ വഴി തന്നെ ഒന്നും കൂടെ നമുക്ക് പോയി നോക്കാം. അതിലെ കൂടി വരാം. അലൻ്റെ ഏട്ടൻ അതിലൊരു ചെറിയ ഷോർട്ട് വഴി ഇറങ്ങി അപ്പുറത്ത് കൂടി ചാടിപ്പോയി. നമുക്ക് ആ വഴി ഒന്ന് പോയി ഇറങ്ങി നോക്കാം. അങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാവേ. കിട്ടുവാ അലൻ്റെ ഏട്ടൻ നിക്കുന്നേ? ചേട്ടാ ഇതിലേ ഇറങ്ങിയേ. ഓക്കെ നമുക്ക് എന്താ ഈ വഴിയെ കൂടി ഇറങ്ങി അപ്പുറത്ത് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാവേ. കിട്ടു, കെയർഫുൾ ആയിട്ട് പോണേ, വീടല്ലേ. ഇറ്റ്സ് ഓക്കെ. ആ കമ്പൊക്കെ കൊള്ളാതെ നോക്കണം കേട്ടോ. ഇവിടെ കുറേ സ്റ്റിക്ക് പോലെയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ കെയർഫുൾ ആയിട്ട് ഇറങ്ങിയില്ലെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആണ്. നോ പ്രോബ്ലം, കം കുറച്ച് അഡ്വഞ്ചർ പോലെയുണ്ട്. അവിടെയൊക്കെ കമ്പൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർ സൂക്ഷിച്ചില്ലെങ്കിൽ തട്ടിമറിഞ്ഞ് വീഴും. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നടക്കടാ. യെസ് അലൻ്റെ ഏട്ടനും അവരെന്തോ ഇല്ല കാടിന്റെ സൈഡിൽ നിൽപ്പുണ്ട്. ഇവിടെ കുറച്ച് കണ്ടോ, കുറച്ച് സ്ലിപ്പറി ആണേ, ഒരു സ്ലോപ്പ് പോലെ. വെയിറ്റ്, ഇല്ല കുഴപ്പമില്ല, വന്നോ. ഇല്ലില്ല ഇറങ്ങി. നമ്മളിത് ഇറങ്ങി. ദാറ്റ്സ് ഇറ്റ്. ഇത് ആക്ച്വലി ചെറിയൊരു സ്ലോപ്പാണ്, പക്ഷെ അവിടെ ഇങ്ങനത്തെ ഈ പറഞ്ഞ ചപ്പും കാടും ഒക്കെ ഉള്ളത് കൊണ്ടൊരു ശരിക്കും നോക്കണം. ചേട്ടൻ പിന്നെ എതിലെയാ വന്നത്? ഈ വഴിയെ കൂടെ? ഓക്കെ അതിലിടെ കൂടെ പൊക്കോ കിട്ടും.
ആ അവിടെ കൂടെ പോയിക്കോ. പൊയ്ക്കോടാ, പോയിക്കോ. നടന്നു. നോ പ്രോബ്ലം, ഗോ. അവരവിടെ എത്തി. അപ്പൊ കണ്ണിലൊക്കെ കുത്തിക്കയറാനുള്ള ചാൻസ് ഉണ്ട്. അതെ, കണ്ണ് വേണ്ടവരൊക്കെ സ്വയം സൂക്ഷിച്ചാൽ കൊള്ളാം. ഇത് മാറ്റി കിട്ടും. ഇതുപോലത്തെ കുറെ സാധനങ്ങൾ ഇങ്ങനെ നിപ്പുണ്ട്. അത് വന്ന് കണ്ണി തട്ടിയാൽ നല്ല രസമായിരിക്കും. മര്യാദക്ക് അപ്പുറത്തുറപ്പാനുള്ള വഴിയുണ്ടായിരുന്നു. അതെ, ഞങ്ങൾക്ക് ഞങ്ങൾ സാഹസികത പരിശീലിക്കുന്നവരാണെന്ന്. എനിവേ സക്സസ്ഫുള്ളി നമ്മൾ പുറത്ത് വന്നു. നമ്മളിത് ഈ ഒരു ചെറിയ കാടിനകത്ത് കൂടി ചാടി അപ്പുറത്തുനിന്ന് ഇവിടെ വന്നത്. മര്യാദക്കുള്ള വഴി ഉണ്ടായിട്ടാണ് ഞങ്ങളും ചേട്ടനും പിള്ളേരും കൂടി ഈ വഴി ചാടി വന്ന്. ഞങ്ങൾ അതിനകത്ത് കൂടി ഇറങ്ങി വന്നു ചേച്ചി. ഇല്ല അതൊന്നും ആയില്ലല്ലോ. എൻ്റെ അത് കുറച്ച് പൊടിയായിട്ടുണ്ട്. എൻ്റെ ഈ ബീച്ച് കളർ ആയതുകൊണ്ട് പിന്നെ അതിൽ അറിയുന്നില്ല. ഇവിടെ പിള്ളേർക്കൊക്കെ വന്ന് നല്ല രസമാട്ടോ, ഇങ്ങനെ ചാടി മറിഞ്ഞ് നടക്കാം. ചേച്ചി കൂടി വരണ്ടായിരുന്നു എല്ലാം കൂടി ഇറങ്ങാൻ. അവരെന്തിയേ? നമ്മൾ ഇതിന്റെ മുകൾ വശത്താണ് നിന്നതോ, കണ്ടില്ലേ? അവരാ നിന്ന ഭാഗത്താണ് നമ്മൾ നിന്നത്. നമ്മൾ ഇതിലേക്കൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇതിലേക്കൂടി ഇങ്ങനെ നടന്ന് ആ കാടിനകത്ത് കൂടെ ഇറങ്ങി ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറിപ്പോയ സ്പോട്ടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വഴി കൂടെ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയത് മുമ്പേ. ഇത് ശരിക്കും ആക്ച്വലി ഉണ്ടല്ലോ, വിൻ്ററിലൊക്കെ വന്ന അടിപൊളിയായിരിക്കും. ഇപ്പോൾ കുറച്ച് ഇതേ അവിടെ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ സെൽഫി എടുക്കുമോ എന്തോ സീക്രട്ട് പറയുക. എന്തോ അവിടെ ഭാര്യയും ഭർത്താവിടെ രഹസ്യം. അവർ വീഡിയോ എടുക്കുന്ന ബിസിയിലാണ്. എടുത്തോ. നമുക്ക് വീണ്ടും തിരിച്ച് വന്ന വഴി കൂടെ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ കണ്ടായിരുന്നേ. അതെന്താണെന്നും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. സമ്മർ സീസൺ ആണെങ്കിലും പറയത്തക്ക ചൂടൊന്നും ഇല്ല. സൗദി അറേബ്യയിലെ ഏത് പ്ലേസ് എടുത്താലും റിയാദിലെ ക്ലൈമറ്റ് കമ്പാരിറ്റീവ്ലി എപ്പോഴും ബെറ്റർ ആയിരിക്കും. അത്ര ഹ്യൂമിഡിറ്റി ഇല്ല റിയാദിൽ വന്നിട്ടുള്ളവർക്കറിയാം. ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ് റിയാദിൽ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നു വന്നേ. വണ്ടിയൊക്കെ ഇതോ കാണുന്നുണ്ടോ? ഇതോ അവിടെ പാർക്ക് ചെയ്തേക്കണേ. നമ്മളിങ്ങനെ കറങ്ങി അതിനകത്ത് കൂടി ഇറങ്ങി താഴെ പോയത്. സംഭവമൊന്നുമില്ല, പക്ഷെ പിള്ളേർക്ക് പേടി. അവിടെ ചെറിയ കമ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ ചിലപ്പോൾ തട്ടിമറിഞ്ഞ് വീഴുമോയെന്ന് പേടി വരും. സ്ഥലം ഇഷ്ടപ്പെട്ടോ? അമ്മ ഞങ്ങളുണ്ടല്ലോ വെള്ളത്തിന്റെ അകത്ത് കല്ലെറിയാൻ വന്നതാണ്. എറിഞ്ഞോ? വന്നിട്ട് എറിഞ്ഞു, പക്ഷെ വലിയ കല്ല് വേണം എനിക്ക്. എവിടെ പോയാലും നമുക്കൊരു മാറ്റും ഒരു സെറ്റപ്പും ഒക്കെ കാണും. ഇവിടെയും കൊണ്ടുവന്ന് ഒരു മാറ്റൊക്കെ ഇട്ട് ഇവിടെ ഇരുന്നു. ഇനി ഫുഡൊക്കെ ആയിട്ട് അവർ താഴേന്ന് കയറി വരുന്നുണ്ട്. പിള്ളേർ ഓരോരോ സാധനങ്ങളുമായിട്ട് വരാൻ തുടങ്ങി അങ്ങ് അറ്റത്തുനിന്ന്. എന്തോ കിട്ടും അത്? അമ്മ നമ്മുടെ നാട്ടിലത്തെ ചെടി. ശരി, അതെ, ഇത് നോക്ക്. നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലത്തെ ഒരു ഐറ്റം. നമ്മൾ ഇത് മണിപ്പിച്ച തുമ്മുമ്പോ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ? ഇത് നമ്മൾ തുമ്മുമ്പോ ഇതിങ്ങനെ പറന്ന് ഇത് മനസ്സിലായോ? നമുക്ക് നാട്ടിലുണ്ട് ഇതുപോലെ ഒരു സംഭവം. ഞങ്ങൾ ആക്ച്വലി വണ്ടി കുറച്ച് ഇങ്ങോട്ട് പാർക്ക് ചെയ്തു. സാധനങ്ങളൊക്കെ അങ്ങോട്ട് എളുപ്പം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടുമെങ്കിൽ വാ. സാധനങ്ങളൊക്കെ എടുത്ത് നമുക്കിനി അങ്ങോട്ട് നടക്കാം. അവർ പോയി ഇതോ അവിടെ സെറ്റാക്കി. ഇതോ അവിടെ പോയി ഇരുന്നു. ആ കൊണ്ടുവരുന്ന സാധനം എന്താണെന്നറിയോ? അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇറ്റ്സ് എ സർപ്രൈസ്. ഗൈസ്, നമ്മൾ വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ തമ്പടിക്കാനുള്ള പരിപാടിയാണ്. മാറ്റൊക്കെ കൊണ്ടുവന്നിട്ടു. ഓരോരോ കാര്യങ്ങൾ കയ്യിലുണ്ട്. ഇതിനകത്ത് എന്താ എന്ന് കാണണ്ടേ? ഇപ്പൊ കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടേക്ക് പോകേണ്ടവർക്കായിട്ട് ലൊക്കേഷൻ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വിശേഷങ്ങളുമായി ഉടനെ കാണുന്നവരേക്കും സീ യു സൂൺ.